വീട്ടിൽ കണവ കൂന്തൽ തോരനുണ്ട്, ഞണ്ടുണ്ട്. വേദയ്ക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞണ്ട് വറുക്കാനായിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കണവ തോരൻ വെച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്കിന്ന് പെട്ടെന്ന് ടൊമാറ്റോ റൈസ് കഴിക്കാനായിട്ടൊരു കൊതി. ഞങ്ങളന്ന് തഞ്ചാവൂരൊക്കെ പോയില്ലേ, തമിഴ്നാട്ടിലൊക്കെ തിരുപ്പതിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴേ എല്ലാ ഹോട്ടലും, അന്ന് വെജിറ്റേറിയൻ ആയിരുന്നു നമ്മൾ കഴിച്ചത്. എല്ലാ ഹോട്ടലും കയറി ഇറങ്ങി ചോദിച്ചിട്ടും ഒരു ഹോട്ടലിലും തമിഴ്നാട്ടിൽ പോയിട്ട് പോലും ഈ ടൊമാറ്റോ റൈസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈസാണ് ടൊമാറ്റോ റൈസ്. എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. പണ്ട് ചെന്നൈയിലൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ടൊമാറ്റോ റൈസ് കേട്ടോ. ചിലർക്കൊക്കെ ലെമൺ റൈസ്, സാമ്പാർ സാദം ഇതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ എനിക്കെന്തോ ടൊമാറ്റോ റൈസായിരുന്നു ഇഷ്ടം കേട്ടോ. അപ്പോൾ വേദയുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ അടുത്തുള്ള അങ്കിളുടെ കടയിലെ ഗൗരീശങ്കരം ഹോട്ടൽ, അവിടെ ഇതുണ്ട്, ടൊമാറ്റോ റൈസ് ഉണ്ട്. അപ്പോൾ അവർ ബ്രാഹ്മിൻസ് ആട്ടോ. ആ ഒരു ബ്രാഹ്മിൻ സ്റ്റൈലിൽ കുക്ക് ചെയ്യുമല്ലോ. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നേരം ഞാൻ ഏട്ടനോട് പറഞ്ഞു, വാ ഏട്ടാ നമുക്കൊന്ന് ടൊമാറ്റോ റൈസ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനെ സോപ്പിട്ട് ഞങ്ങൾ ടൊമാറ്റോ റൈസ് കഴിക്കാനായിട്ട് പോവാണ്. ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് മാത്രമായിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങാം കേട്ടോ. നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഇന്ന് അതങ്ങ് സാധിക്കണം. ഒരുപാട് വർഷമായിട്ടോ ഞാൻ ഉണ്ടാക്കും ടൊമാറ്റോ റൈസ്. പക്ഷെ ആ പക്ക ഒരു തമിഴ്നാട് സ്റ്റൈലിൽ ടൊമാറ്റോ റൈസ്, ഞാൻ അവിടെ കഴിച്ച ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ട് കിട്ടിയിട്ടില്ല. ചില വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങും, അത് കൊള്ളത്തില്ല കേട്ടോ. എനിക്ക് ഇഷ്ടം നമ്മുടെ ഈ ലൊക്കേഷനിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ആ ഒരു ടൊമാറ്റോ റൈസാണ്. ആ ഒരു ടൊമാറ്റോ റൈസ് പിന്നെ ഞാൻ ഒരിടത്തുനിന്ന് കഴിച്ചിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ഇന്നൊരു പക്ക ബ്രാഹ്മിൻ കടയിലല്ലേ പോകുന്നു, അവിടെ നിന്ന് നല്ല ഒരു ടൊമാറ്റോ റൈസ് കഴിക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷിച്ച് ഞാൻ പോകുക കേട്ടോ. ശരിക്കും ഞാൻ രാവിലെ എന്തോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് വയറ് നിറങ്ങിയിരിക്കുകയാണ്. വേണ്ട എങ്കിലും പെട്ടെന്നൊരു കൊതി, കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെയാണ് ചില സാധനങ്ങൾ വേണമെന്ന് മനസ്സിൽ കണ്ടാൽ ആ സെക്കൻഡിൽ, ആ നിമിഷത്തിൽ ആ സാധനം കഴിച്ചില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അന്നല്ലെങ്കിൽ പിറ്റെന്നല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ആ സാധനം കഴിച്ചിരിക്കും. ഇപ്പോഴാട്ടോ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഇടുന്ന കാര്യം ഓർമ്മിച്ചത്. ഞാൻ എപ്പോഴും അത് ഇടാറുണ്ട്. പക്ഷെ ഞാൻ എടുക്കുന്ന വീഡിയോകളിലൊന്നും ഞാൻ ഇട്ടിട്ടുള്ളത് കാണാറില്ല. മിക്കവാറും കമൻസ് വരും സ്ട്രാപ്പ് ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ എടുക്കാറില്ലെന്ന് തോന്നുന്നു. വല്ലപ്പോഴും മറക്കും അത് ഇടാനായിട്ട്. ആ മറക്കുന്ന ദിവസങ്ങളിലുള്ള വീഡിയോ കറക്റ്റായിട്ട് ഞാൻ ഇടുകയും ചെയ്യും, അപ്ലോഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇതിങ്ങനെ പറക്കണുണ്ട്. അപ്പോൾ അയ്യോ സ്ട്രാപ്പ് ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇട്ടത്. എന്തായാലും കമൻറ്റ് വരും ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് സ്ട്രാപ്പ് ഇട്ടത്. അല്ലെങ്കിലും ഞാൻ സ്ട്രാപ്പ് ഇടാറുണ്ട്. എനിക്ക് അതാണ് കംഫർട്ടബിൾ. ഇങ്ങനെ അത് അല്ലെങ്കിൽ ഇത് കിടന്ന് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. നല്ല സ്പീഡിനൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് പറന്നു പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്ട്രാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഹെൽമെറ്റ് വയ്ക്കാറ്. ചില സമയങ്ങളിൽ ധൃതിയിലൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ മറന്നു പോകുന്നതാണ്. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മറന്നു പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടൊമാറ്റോ റൈസ്, തക്കാളി സാദം, അങ്ങനെയാണോ, തക്കാളി സാദം എന്ന് പറയില്ലെന്ന് തോന്നുന്നു, ടൊമാറ്റോ റൈസ് എന്ന് പറയും. ടൊമാറ്റോ റൈസ് കഴിക്കാനായിട്ട് വേദയുടെ അങ്കിളുടെ കടയിലേക്ക് പോവുകയാണ്, ഹോട്ടൽ ഗൗരീശങ്കരം. അവിടുത്തെ അടദോശയൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. അടദോശ പ്ലസ് അവിയൽ മുന്നേയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പം ആ ഒരു പഴയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അവിടുത്തെ രസവടയൊക്കെ എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ. ഇപ്പോൾ രസവടയ്ക്കൊന്നും ആ പഴയൊരു കോവിഡിന് ശേഷം അത്രയും ടേസ്റ്റ് ഇല്ല. ചിലപ്പോൾ അവിടുത്തെ കുക്കൊക്കെ മാറിയോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അവർ പക്ക ബ്രാഹ്മിൻസാണ്, ആ ഒരു രീതിയിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. റേറ്റും വളരെ കുറവാണ്. നമ്മളൊരു സാധാരണ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിക്കുന്ന പൈസയൊന്നും അവിടെ ആവത്തില്ല. നല്ല ഹൈജീനാണ്. നല്ല നമുക്ക് മനസ്സിനൊക്കെ തൃപ്തിയോടെ ഇരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. അവിടെ കയറുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജിയാണ്. അവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല. ക്യാഷായിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കയറി കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എപ്പോഴും ഗൂഗിൾ പേ ആട്ടോ. പൈസയൊന്നും അങ്ങനെ എടുത്ത് വയ്ക്കാറേ ഇല്ല. ചിലപ്പോൾ പെട്ടെന്ന് അയ്യോ ചേട്ടാ പൈസ ഇല്ല, അടുത്ത് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി, അത് കുഴപ്പമില്ല എന്ന് നമ്മൾ പരിചയമുള്ളതുകൊണ്ടാവും, കുഴപ്പമില്ല എന്നൊക്കെ പറയും കേട്ടോ. അവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗൂഗിൾ പേ തന്നെ ചേട്ടന് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. വേണമെങ്കിൽ കയറി കഴിച്ചിട്ട് പോയാൽ മതി, അത്രയേ ഉള്ളൂ. ഗൗരി ശങ്കരമല്ല, ഗൗരി ശങ്കറാട്ടോ. അങ്ങനെ വന്നു. ഉച്ചയ്ക്കും നല്ല തിരക്കുണ്ട്. 2 മണിക്ക് ശേഷം ഇവിടെ ക്ലോസ് ചെയ്തേക്കും കേട്ടോ. പിന്നെ ഒരു 4 മണിക്കേ തുറക്കത്തുള്ളൂ. അപ്പോൾ തൈര് സാദം കഴിക്കുന്നവരുണ്ട്, സാമ്പാർ സാദം കഴിക്കുന്നവരുണ്ട്, രസം സാദം കഴിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ വന്നത് തക്കാളി റൈസ് കഴിക്കാനായിട്ടാണ്. അപ്പോൾ സംഭവം ഉണ്ട് കേട്ടോ, അവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട് ടൊമാറ്റോ റൈസ് റെഡിയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സമാധാനം കിട്ടി കേട്ടോ. ലെമൺ റൈസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു വെജിറ്റേറിയൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല സീസണാണ്, വൃശ്ചിക മാസം അയ്യപ്പ സീസണാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഒരു ഹോട്ടൽ. അപ്പോൾ നല്ല തിരക്കുണ്ട്. വളരെ കുറച്ച് പേർക്കിരുന്ന് കഴിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. അപ്പോൾ ചില സമയങ്ങളിൽ വന്ന് നമ്മൾ ക്യൂ നിന്ന് കഴിക്കേണ്ടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ടൊമാറ്റോ റൈസ് എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ അമ്മ കേട്ടോ, അമ്മയും ചേട്ടനും കൂടെയാണ് ഇവിടെ കൂടുതലും കടയിലുള്ളത്. അപ്പോൾ അമ്മയാണ് കൊണ്ട് തന്നത്. നല്ല വലിയൊരു പപ്പടം ഉണ്ടായിരുന്നു. റൈസ് നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ടായിരുന്നു. ഒരു നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു, ഒരു സാലഡ് ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു.
ടൊമാറ്റോ റൈസ് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ലൊക്കേഷനിലൊക്കെ കിട്ടുന്ന ടൊമാറ്റോ റൈസ് എന്ന് പറഞ്ഞൊന്ന് ഒരു കുഴഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു റൈസാണ്. ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഇത് എനിക്ക് തോന്നുന്നു പൊടികളൊക്കെ വറുത്ത് അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണെന്ന് തോന്നുന്നു. പപ്പടം കൊള്ളാം. എനിക്ക് അപ്പളം ഒന്ന് പെട്ടെന്ന് വായിൽ വന്നു കേട്ടോ. തമിഴ്നാട്ടിൽ അപ്പളമല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അപ്പളം ഒന്ന് വായിൽ വന്നു. ടൊമാറ്റോ റൈസും അപ്പളവും ഓക്കെ. പപ്പടവും നല്ല വലിയ പപ്പടമായിരുന്നു, നല്ല ടേസ്റ്റുള്ള പപ്പടമായിരുന്നു. മാങ്ങാച്ചാർ നമ്മൾ വീട്ടിലിടുന്നതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടലക്കറി കൊള്ളായിരുന്നു. നമ്മുടെ എന്താ സാലഡ് നല്ലതായിരുന്നു. പക്ഷേ ടൊമാറ്റോ റൈസ് നല്ലതായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഞാനിത് കൂടെ കുറച്ചുകൂടെ ഇങ്ങനെ കുഴങ്ങിരിക്കുന്ന ഒരു കേർഡ് റൈസൊക്കെ പോലെ ഇരിക്കുന്ന ടൊമാറ്റോ റൈസാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ടൊമാറ്റോ റൈസ്. ആർക്കെങ്കിലും ടൊമാറ്റോ റൈസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൊമാറ്റോ റൈസ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൊമാറ്റോ റൈസ് ആണോ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ടൊമാറ്റോ റൈസ് ഇതല്ല. പക്ഷേ എന്തായാലും ഞാൻ ആ ചോറ് അത്രയും കഴിച്ചു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു. എങ്കിലും എന്നെ കരുതി ഏട്ടൻ വന്നതല്ലേ, ഞാനും ഇത് കഴിക്കാനായിട്ട് വന്നതല്ലേ, വച്ചിട്ട് പോകണ്ടെന്ന് കരുതി. ഒരിക്കലും നമ്മളിങ്ങനെ ആഹാര സാധനം വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല. അത്രയ്ക്ക് കൊള്ളില്ലാതെയൊന്നുമില്ല, നല്ല സാധനമായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇതല്ലായിരുന്നു എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ റൈസ് കഴിച്ച് കഴിയുന്നതിന് മുന്നേ എൻ്റെ കറികൾ കഴിഞ്ഞു കേട്ടോ. കടലക്കറിയും സാലഡും ഒക്കെ കഴിഞ്ഞു. പിന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ കുറച്ച് കറിയും സാലഡും ഒക്കെ കൊണ്ട് തന്നായിരുന്നു. കടലക്കറി എല്ലാവർക്കും കൊടുക്കുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കൊണ്ട് തന്നായിരുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ ടൊമാറ്റോ റൈസ്. എനിക്ക് സത്യമായിട്ടും കൊതിയാവുന്നു. ഡബ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊതിയാവുന്നു അത് കഴിക്കാനായിട്ട്. ഇനി തമിഴ്നാട്ടിൽ പോയി ഏതെങ്കിലും കുഞ്ഞു കടയിൽ കയറി ഒന്ന് കഴിച്ചു നോക്കണം, എങ്ങനെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ, അത് ഇതാണോ പക്ക ടൊമാറ്റോ റൈസ്. അത് കുഴങ്ങിരിക്കും, ഒരുപാട് കുഴങ്ങല്ല. അത് എനിക്ക് പറയാറില്ല അങ്ങനത്തെ ഒരു ടൊമാറ്റോ റൈസ്. ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ പക്ക ടൊമാറ്റോ റൈസ്, എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഇത് അവർ ബ്രാഹ്മിൺസൊക്കെ അല്ലേ, അവർ ഒരു ഹോട്ടലൊക്കെ നടത്തുന്നതല്ലേ. ഒരുപാട് നോർത്ത് ഇന്ത്യൻസും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്ന വന്ന് കഴിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ പിന്നെ ഇതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ബാക്കി എല്ലാ സാധനവും ഇവിടെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ ഇത് നല്ല ടേസ്റ്റ് അല്ല എന്നല്ല, ഇതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ളത് പറ്റിയൊരു സാധനം എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ എനിക്ക് ആ പറ്റിയൊരു സാധനം കേട്ടോ ഇഷ്ടം. പിന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു സഹോദരൻ കമൻറ്റ് ചെയ്യാറുണ്ട്, തമിഴ്നാട് ശ്രീകുട്ടിക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ തമിഴ്നാട്ടിലെ ഫുഡ് കൊള്ളാമെന്ന് പറയുന്നത്, അവിടുത്തെ ആ സാധനം കൊള്ളാമെന്ന് ഈ സാധനം കൊള്ളാമെന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടൊരു ചേട്ടൻ വരാറുണ്ട്. അത് എനിക്ക് തമിഴ്നാട് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്. അവിടുത്തെ ചില സ്ഥലങ്ങളിലെ വൃത്തിയില്ലായ്മയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അവിടുത്തെ സ്ഥലം കൊള്ളില്ല. പിന്നെ ചില സാധനങ്ങൾ അതിപ്പോൾ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയും. അത് അല്ലാതെ തമിഴ്നാടായതുകൊണ്ട് കൊള്ളാമെന്നും കേരള ആയതുകൊണ്ട് കൊള്ളാമെന്നും അങ്ങനെയൊന്നുമില്ല. അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കൊള്ളാവുന്ന സാധനം കൊള്ളാമെന്ന് പറയും, കൊള്ളില്ലാത്തത് കൊള്ളില്ല എന്നും പറയും. അതെവിടെ ആയാലും. അതിപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ ഈ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഒരു സൈഡിൽ പാർക്കിംഗ് ഏരിയയിൽ അവിടെ വൃത്തിയില്ലാതെ കിടന്നു. ഞാനൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോയതാട്ടോ. അപ്പോൾ അവിടുത്തെ ആ വൃത്തിയില്ലായ്മ കണ്ടിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കേരളം, ഞാൻ എൻ്റെ സ്റ്റേറ്റ്, എൻ്റെ ട്രിവാൻഡ്രത്ത് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിന് എവിടെ ആയാലും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും. അതുകൊണ്ട് തമിഴ്നാടിന് കൊമ്പുണ്ട് കേരളത്തിന് കൊമ്പുണ്ട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സാധനങ്ങൾ. വിവര പട്ടികകൾ ഇതാണ്. നമ്മുടെ ടൊമാറ്റോ റൈസിന് 60 രൂപയാണ് വാങ്ങിയെന്നാണ് ഏട്ടൻ പറഞ്ഞത്. ഇവിടെ 50 രൂപയല്ലേ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 60 രൂപയെ വാങ്ങിയുള്ളൂ. നല്ല ക്വാണ്ടിറ്റി, വയറ് നിറയെ കഴിക്കാം കേട്ടോ. ഒരാൾക്ക് സുഖമായിട്ട് വയറ് നിറയെ കഴിക്കാം. നല്ല റൈസൊക്കെ ആയിരുന്നു. ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ. കൊള്ളില്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ലല്ലോ. കൊള്ളാം, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല എന്നാണ്. എന്നിട്ട് ഞാൻ കൈ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആ ചേട്ടൻ കുറേ സമയമായിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടൻ മാറുന്നില്ല. ചേട്ടൻ കണ്ടില്ല ഞാൻ പുറകെ നിൽക്കുന്നതാണ് സംഭവം. ചേട്ടൻ വിശാലമായിട്ട് കൈ കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞ് ചേട്ടൻ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അയ്യോ ഞാനിവിടെ നിൽക്കായിരുന്നു എന്നുള്ളത് ചേട്ടൻ മനസ്സിലാക്കിയത് കേട്ടോ. എന്നാൽ ഞാനൊന്ന് ചേട്ടാ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ ചേട്ടനൊന്ന് മാറി തന്നാനെ പെട്ടെന്ന്. ഞാനത് വിളിക്കാനും പോയില്ല. അങ്ങനെ ആ ചേട്ടൻ മാറുന്നത് വരെ ഞാൻ അങ്ങനെ അങ്ങ് നിന്നേ. ചേട്ടൻ മനസ്സിറങ്ങി കൈ കഴുകട്ടെ എന്ന് ഞാനും കരുതി. ഞാനൊരു ഒറ്റ സെക്കൻഡ് കൊണ്ട് കൈയും വായും ഒക്കെ കഴുകി ഇറങ്ങിയപ്പോഴേക്കും പുറത്തൊക്കെ അയ്യപ്പന്മാർ, ഇവിടുത്തെ മലയാളീസല്ല വേറെ സ്റ്റേറ്റിലെ ആൾക്കാർ ഇങ്ങനെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ അടുത്ത കടകളൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ കുഞ്ഞയ്യപ്പന്മാരും വലിയ അയ്യപ്പന്മാരും ഒക്കെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്പലം വൈകുന്നേരം തുറക്കുമ്പോൾ, ഞങ്ങളുടെ ഒരു 12:30 മണിക്കാണ് എത്തിയത്. വൈകുന്നേരം തുറക്കുമ്പോൾ കയറി തൊഴാനൊക്കെ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന അയ്യപ്പന്മാരൊക്കെ കേട്ടോ. എന്നിട്ട് ടൊമാറ്റോ റൈസ് എല്ലാം കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. നമ്മുടെ ബ്രാഹ്മിൺസ് തെരുവ് വഴി ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
എന്തായാലും അതുവഴി അങ്ങനെ വീട്ടിൽ പോയിട്ട് നേരെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വേദ വന്ന ശേഷം ലുലുവിലേക്ക് പോയി. കുറേ ദിവസമായി ലുലുവിലേക്ക് പോയത്. എന്ന് ഞങ്ങൾക്കൊരു 8ൻ്റെ പണി കിട്ടി കേട്ടോ ലുലുവിൽ പോയിട്ട് വന്നപ്പോഴേക്കും. അത് പിന്നീട് പറയാം എന്താണ് ആ പണി എന്നുള്ളത്. ശരിക്കും വീഡിയോ എടുക്കാനൊന്നും വേണ്ടിയിട്ട് ഞങ്ങൾ പോയതല്ല. പോയപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് കരുതി ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറങ്ങി നടന്നപ്പോഴേക്കും ബാറ്റിലൊന്നും ഇപ്പം അങ്ങനെ കയറാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ബാറ്റിൽ പെട്ടെന്ന് എൻ്റെ കണ്ണുടക്കി കേട്ടോ. ഒരു അടിപൊളി കിടിലൻ ചെരുപ്പിരിക്കുന്നു. അതിൽ എമിലി ഇൻ പാരീസ് എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസാണ് എമിലി ഇൻ പാരീസ്. അതിൻ്റെ ഒരു വലിയൊരു ഫാനാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എമിലി ഇൻ പാരീസിൻ്റെ ഒരു നല്ല ഭയങ്കര രസമുള്ളൊരു ചപ്പലിരിക്കുന്ന കണ്ടു. 40 ഓഫും കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചപ്പൽ വാങ്ങി. ചുമ്മാ വാങ്ങാൻ വേണ്ടി പോയതുമല്ല, ബാറ്റിൽ കയറാറേ ഇല്ല. പക്ഷെ പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ഈ സംഭവം അങ്ങ് വാങ്ങി. കൊള്ളാമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. 1200 രൂപയാണ്. ഓഫർ ഉണ്ടായിരുന്നു, അത് പോയിട്ട് 1200 രൂപയായി. ഞാനിതങ്ങ് സ്വന്തമാക്കി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലുലുവിൽ കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് കിട്ടിയ പണി എന്താണെന്ന് ഞാൻ ഇനി പറയാം. കാരണം ആ കിട്ടിയ പണി ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് പറഞ്ഞു തുടങ്ങാം എന്താണ് ആ പണി എന്നുള്ളത്. ഞങ്ങൾ ലുലുവിൽ ഏതറിലാണ് വന്നത്. ഇപ്പം മനസ്സിലായി കാണും എന്തായിരിക്കും പണി എന്നുള്ളത്. ലുലുവിൽ ആക്ച്വലി ഏതറിൽ ചാർജ് വളരെ കുറവായിരുന്നു. ലുലുവിൽ വന്നിട്ട് ചാർജ് ഇടാമെന്ന് കരുതി. പക്ഷേ ലുലുവിൽ വന്നപ്പോൾ ചാർജർ കൂടെ കൊണ്ടുവന്നാലേ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. ചാർജിങ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ, ചാർജറില്ല. ഞങ്ങൾ ചാർജർ കൊണ്ടുവന്നതുമില്ല. ഓക്കെ ശരി, നിയർ ബൈ പമ്പിലോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ചാർജിങ് സ്റ്റേഷനുകളോ ഉണ്ടാവുമല്ലോ, അവിടെ എവിടെയെങ്കിലും ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ലുലുവിൽ നിന്ന് ഞങ്ങൾക്ക് വീടെത്താനുള്ള ചാർജ് സ്കൂട്ടറിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചാർജ് ചെയ്യാൻ അന്വേഷിച്ച് ആദ്യം ഒരു പമ്പിൽ പോയി. അവിടെ ഇല്ലായിരുന്നു. അങ്ങേര് പറഞ്ഞു വേറെ എവിടെയോ ഒരു പമ്പുണ്ട്, അവിടെ പോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടില്ല. അവിടുന്ന് വീണ്ടും ഞങ്ങൾ കിംസിനടുത്തുള്ള ഏതറിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ വർക്കാവുന്നില്ല. വീണ്ടും അടുത്തുള്ളൊരു ചാർജിങ് സ്റ്റേഷന് വന്നു. അവിടെ വന്നപ്പോഴും വർക്കാവുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഫുൾ ചാർജും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക കേട്ടോ. ഒരു 8 മണിവരെയൊക്കെ ഇരുന്നപ്പോൾ ഏട്ടൻ വഴിയെ പോയ ചേട്ടന്മാരെയൊക്കെ കൈ കാണിച്ച് നിർത്തി. ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഏതറുള്ള ചേട്ടന്മാരെ കൈ കാണിച്ച് നിർത്തി ഒരു ചേട്ടനെ കിട്ടി. ആ ചേട്ടൻ്റെ ഭാഗ്യത്തിന് ചാർജർ ഉള്ളതുകൊണ്ട് ഒരു 9 മണിവരെയൊക്കെ ഞങ്ങൾ ചാർജ് ചെയ്തിട്ട് പയ്യെ തള്ളി നീക്കി വണ്ടി കൊണ്ടുപോയി. തള്ളി നീക്കില്ല, ഓടിച്ച് തന്നെ വീടെത്തിയതും കറക്റ്റ് ഫുൾ ചാർജും കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറും കൊണ്ടൊക്കെ പോകുമ്പോൾ ഫുൾ ചാർജോടുകൂടിയൊക്കെ പോയില്ലെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടും. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലൊരു ഫീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവരുടെ തന്നെ വീടായിരുന്നു താഴെ. അവർ ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ വേദം അവിടെ കൊണ്ടിരുത്തുകയൊക്കെ ചെയ്തായിരുന്നു. അത്രയും സമയം ഏട്ടനും ഉണ്ടായിരുന്നു, അത്രയും സമയമൊക്കെ ചെയ്തു. പക്ഷേ അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. മാനസികമായി തളർന്നു പോയത് കൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനി ഒരു ദിവസം അവിടെ പോയി വീഡിയോ എടുക്കണം. അത്രയ്ക്ക് സ്നേഹമായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.